നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ പാൽച്ചുരം ബോയ്സ് ടൗൺ റോഡിന്റെ തകർച്ചയും യാത്രക്കാർക്ക് ഇരട്ടി ദുരിതം. വെമ്പുഴ പുതിയ പാലത്തിലൂടെ താൽക്കാലിക ഗതാഗത സൗകര്യമൊരുക്കിയത് ഹൈവിഷൻ വാർത്തയെ തുടർന്ന്. വാർത്തകൾ വിശദമായി. ഗതാഗതക്കുരുക്കിൽ അകപ്പെട്ട പാൽച്ചുരം ബോയ്സ് ടൗൺ റോഡ്. പാൽച്ചുരം റോഡിൽ പ്രതിദിനം 5 മണിക്കൂറോളം വാഹനക്കുരുക്കാണ് ഉണ്ടാകുന്നത്. വാഹന ബാഹുല്യവും അസൗകര്യങ്ങളും കാരണം കൊട്ടിയൂർ പാൽച്ചുരം ബോയ്സ് ടൗൺ റോഡിൽ ഗതാഗത തടസ്സം പതിവാകുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി പ്രതിദിനം ചുരത്തിൽ 5 മണിക്കൂറോളം വാഹനക്കുരുക്കുണ്ടാകുന്നതായി നാട്ടുകാരും പോലീസും പറയുന്നു. കണ്ണൂർ ജില്ലയിൽ നിന്നും വയനാട്ടിലേക്ക് തിരിച്ചും ജോലിക്ക് പോകുന്നവരും വിദ്യാർത്ഥികളും രോഗികളും വിവിധ ആവശ്യങ്ങൾക്കായി പോകുന്നവരുമാണ് വാഹനക്കുരുക്കിൽപ്പെട്ട് വലയുന്നത്. കണ്ണൂർ വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായ തലശ്ശേരി നെടുമ്പൊയിൽ പേരിയ മാനന്തവാടി ബാവലി അന്തർ സംസ്ഥാന റോഡിൽ ജൂലൈ 30 രാത്രി ഉണ്ടായ പ്രകൃതി ദുരന്തത്തിൽ വിള്ളൽ രൂപപ്പെടുകയും മണ്ണിടിച്ചിൽ ഉണ്ടായി ഗതാഗതം നിർത്തിവെക്കേണ്ടതായി വരികയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ആ റോഡിലൂടെ കടന്നുപോകേണ്ട വാഹനങ്ങൾ കൊട്ടിയൂർ ബോയ്സ് ടൗൺ ചുരം റോഡ് വഴി തിരിച്ചുവിട്ടിരിക്കുകയാണ്. ബോയ്സ് ടൗൺ പാൽച്ചുരം റോഡിൽ മാത്രം 30ഓളം KSRTC ബസ്സുകളാണ് സർവീസുകൾ നടത്തുന്നത്. നെടുമ്പൊയിൽ മാനന്തവാടി റോഡിലൂടെ ഉണ്ടായിരുന്ന 80ഓളം സർവീസുകൾ കൂടി ബോയ്സ് ടൗൺ പാൽച്ചുരം റോഡിലൂടെ തിരിച്ചുവിട്ടത് ഗതാഗതക്കുരുക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട്. കൂടാതെ വയനാടിന് പുറമെ കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്ക് കടന്നുപോകുന്ന ചരക്കു വാഹനങ്ങൾ, ടൂറിസ്റ്റ് ബസ്സുകൾ, ചെറുവാഹനങ്ങൾ എന്നിവയെല്ലാം കൂടി ആകുമ്പോൾ വീതി കുറഞ്ഞ റോഡിൽ ഗതാഗത പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. ബോയ്സ് ടൗൺ റോഡിലെ ചുരത്തിൽ റോഡിന്റെ വീതി 3.8 മീറ്റർ മാത്രമുള്ള ഭാഗങ്ങളും ഉണ്ട്. വലിയ യാത്രാവാഹനങ്ങളും ചരക്കുവാഹനങ്ങളും ഈ ഭാഗങ്ങളിൽ കുരുങ്ങുന്നതാണ് ഗതാഗത തടസ്സത്തിന് പ്രധാന കാരണം. കൂടാതെ എല്ലാത്തര വാഹനങ്ങളും കയറ്റത്തിൽ വെച്ച് പലപ്പോഴും എൻജിൻ ഓഫായി പോകുന്നതും സാധാരണമാണ്. ഇതും കുരുക്കിന് കാരണമാകുന്നുണ്ട്. മാത്രമല്ല, മണ്ണിടിച്ചിലിനും പാറ വീഴുന്നതിനും സാധ്യതയുള്ള മേഖലയിൽ വാഹനക്കുരുക്ക് രൂപപ്പെടുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. മുൻപ് പൊതുമരാമത്ത് വകുപ്പ് ചുരം ഡിവിഷന് കീഴിലായിരുന്ന റോഡ് ഇപ്പോൾ റോഡ് ഫണ്ട് ബോർഡിന് കൈമാറിയിരിക്കുകയാണ്. ഹൈവിഷൻ ന്യൂസ്, കേളകം. പാൽച്ചുരം ബോയ്സ് ടൗൺ റോഡ് തകർന്നു കിടക്കുന്ന റോഡിലൂടെയുള്ള യാത്ര അതീവ ദുഷ്കരം. ഹെയർപിൻ വളവുകളിലെ ഇന്റർലോക്ക് അടക്കം തകർന്നിട്ടുണ്ട്. വയനാട്, കണ്ണൂർ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡായ പാൽച്ചുരം ബോയ്സ് ടൗൺ റോഡ് തകർന്നു. ടാറിംഗ് പലയിടത്തും തകർന്ന് വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. ലക്ഷങ്ങൾ ചിലവഴിച്ച് ഹെയർപിൻ വളവുകളിൽ പാകിയ ഇന്റർലോക്കും തകർന്നതിൽ ഉൾപ്പെടുന്നു. തകർന്ന റോഡിലൂടെ അതീവ ദുഷ്കരമായാണ് വാഹനയാത്രികർ സഞ്ചരിക്കുന്നത്. ആശ്രമം ജംഗ്ഷൻ, ചെകുത്താൻതോട്, ഹെയർപിൻ വളവുകൾ എന്നിവിടങ്ങളിലാണ് റോഡ് തകർന്നത്. കൊടും വളവുകളിൽ റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞു കിടക്കുന്നതിനാൽ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. നെടുമ്പൊയിൽ പേരിയ റോഡ് തകർന്നതോടെ 100 കണക്കിന് വാഹനങ്ങളാണ് നിലവിൽ ദിവസേന പാൽച്ചുരം ബോയ്സ് ടൗൺ റോഡിനെ ആശ്രയിക്കുന്നത്. കൂടാതെ സൈൻ ബോർഡുകൾ പലതും കാട് കയറി നശിക്കുകയാണ്. റോഡിന്റെ തകർച്ച വാഹനയാത്രികരെ ദുരിതത്തിലാക്കുന്നുണ്ട്. ഹൈവിഷൻ ന്യൂസ്, കേളകം. കേളകം ടൗണിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. പരിഷ്കാരങ്ങൾ പ്രഖ്യാപനത്തിലൊതുങ്ങി. നോ പാർക്കിംഗ് ബോർഡുകൾ നോക്കുകുത്തികളാകുന്നു. നടപടിയെടുക്കേണ്ടവർ മൗനത്തിൽ. മലയോര സ്ഥിരാകേന്ദ്രമായ കേളകം ടൗണിൽ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമായി. പോലീസും പഞ്ചായത്തും ചേർന്ന് വർഷങ്ങൾക്ക് മുൻപ് നടപ്പാക്കിയ വാഹന പാർക്കിംഗ് ബോർഡിൽ ഒതുങ്ങിയത് തിരിച്ചടിയായി. പഞ്ചായത്ത്, വ്യാപാരികൾ, പോലീസ് അധികൃതരുടെ തീരുമാനപ്രകാരം പാർക്കിംഗ് കേളകം ടൗണിൽ പരിഷ്കരിച്ചിരുന്നു. എന്നാൽ ആ പരിഷ്കരണത്തിന് ദിവസങ്ങളുടെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. പോലീസ് പരിഷ്കരണത്തിന്റെ ഭാഗമായി വാഹന പാർക്കിങ്ങിന് അനുവദിച്ച സ്ഥലങ്ങളും അനുവദിക്കാത്ത സ്ഥലങ്ങളും പ്രത്യേകം രേഖപ്പെടുത്തി ബോർഡുകളും സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നോ പാർക്കിംഗ് ബോർഡിനടുത്താണ് വാഹനങ്ങൾ നിർത്തിയിടുന്നത്. കേളകം ടൗണിലെ ഗതാഗതക്കുരുക്ക് ദിവസം തോറും കൂടിക്കൂടി വരികയാണ്. മലയോര ഹൈവേയിലെ തിരക്കേറിയ ഭാഗമാണ് കേളകം ടൗൺ. ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ അലക്ഷ്യമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാൻ കാരണം. ബീവറേജ് ഔട്ട്ലെറ്റിന് മുൻവശത്ത് 24 മണിക്കൂറും ഗതാഗതക്കുരുക്കാണ്. പോലീസിന്റെ മൂക്കിന് താഴെ നടക്കുന്ന ഗതാഗതക്കുരുക്കായിട്ടും നടപടിയെടുക്കാൻ ആരും തുനിയാറുമില്ല. ഹൈവിഷൻ ന്യൂസ്, കേളകം. എടൂർ കരിക്കോട്ടക്കരി റോഡിലെ വെമ്പുഴ പുതിയ പാലത്തിലൂടെ താൽക്കാലികമായി വാഹനങ്ങൾ കടന്നു പോകാൻ അനുവദിച്ചു. പാലത്തിന്റെ ഇരുവശവും മണ്ണിട്ട് ഉയർത്തിയാണ് ഒരു വശത്തുകൂടെ ഗതാഗതം തുറന്നത്. നടപടി ഹൈവിഷൻ വാർത്തയെ തുടർന്ന്. മലയോര ഹൈവേയുടെ ഭാഗമായ എടൂർ കരിക്കോട്ടക്കരി റോഡിലെ വെമ്പുഴ പുതിയ പാലത്തിന്റെ കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തിയായെങ്കിലും അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി വൈകുന്നതിനെക്കുറിച്ച് ഹൈവിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അയ്യങ്കുന്ന്, ആറളം പഞ്ചായത്തുകളെ കോർത്തിണക്കി ജനകീയ കൂട്ടായ്മയിൽ 43 വർഷം മുൻപ് പണിതതായിരുന്നു എടൂർ വെമ്പുഴയിലെ പഴയ പാലം. ഈ പാലം പൊളിച്ചാണ് പുതിയ പാലം നിർമ്മിച്ചത്.
പുതിയ പാലത്തിന്റെ ഉപരിതല കോൺക്രീറ്റ് പ്രവൃത്തി കഴിഞ്ഞിട്ട് മാസം കഴിഞ്ഞു. എന്നാൽ അതിന്റെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിരുന്നില്ല. ഇതോടെ ഇതുവഴിയുള്ള യാത്രക്കാർ കിലോമീറ്ററുകളോളം ചുറ്റി സഞ്ചരിച്ചാണ് യാത്ര ചെയ്യുന്നത്. ഇതേക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈവിഷൻ റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ പാലത്തിന്റെ ഇരുവശങ്ങളിലെ ഒരു ഭാഗത്തുകൂടെ മണ്ണിട്ട് താൽക്കാലികമായി ഗതാഗതത്തിന് സംവിധാനം ഒരുക്കുകയായിരുന്നു കരാറുകാർ. അടുത്തയാഴ്ച തന്നെ അപ്രോച്ച് റോഡിന്റെ ബാക്കി നിർമ്മാണ പ്രവൃത്തി കൂടി നടത്താനും വീണ്ടും താൽക്കാലികമായി റോഡ് നിർമ്മിച്ച് അതുവഴി വാഹനങ്ങളെ കടത്തിവിടുകയുമാണ് ചെയ്യുക. അതിനുശേഷം നിർമ്മാണ പ്രവൃത്തി വേഗത്തിലാക്കി പാലം പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. CPIM കടുക്കാപ്പാലം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം കടുക്കാപ്പാലത്ത് നടന്നു. സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. CPIM കടുക്കാപ്പാലം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിനായി നിർമ്മിച്ച AKG സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനമാണ് കടുക്കാപ്പാലത്ത് വെച്ച് നടന്നത്. സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വിലക്കും കൽപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒളിവിലും തെളിവിലും നിന്ന് സംഘടന നയിച്ച ധീരനായ പോരാളിയായിരുന്നു സഖാവ്. ആ സഖാവിൻ്റെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുക. അതേപോലെ തന്നെ CPIMന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് സീതാറാം യെച്ചൂരി ഈ കാലയളവിൽ നമ്മെ വിട്ടുപിരിയും. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ ഇന്ത്യയെ പറ്റി പഠിക്കുമ്പോൾ ഉറ്റുനോക്കിയിരുന്ന സമുന്നതനായ നേതാവായിരുന്നു സഖാവ് യെച്ചൂരി. 1974 കാലഘട്ടത്തിൽ JN യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പുരോഗമന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് വന്ന സഖാവ് യെച്ചൂരി ആഗോള രാഷ്ട്രീയത്തിൽ പ്രത്യയശാസ്ത്രത്തിന് പുതിയ വെല്ലുവിളി അഭിമുഖീകരിച്ചപ്പോഴെല്ലാം പ്രത്യയശാസ്ത്ര സമരവുമായി മുന്നോട്ട് വന്ന് ഇടത് വലത് വ്യതിയാനങ്ങൾക്കെതിരായി എല്ലാ ഘട്ടങ്ങളിലും മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ചിന്താഗതി ഉയർത്തിപ്പിടിച്ച് മഹത്തായ പ്രസ്ഥാനത്തെ ഈ ദിശയിൽ നയിക്കുന്ന രംഗത്ത് KTP കേശവൻ നമ്പൂതിരി സ്മാരക ഹാൾ CPIM പേരാവൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് M രാജൻ ഉദ്ഘാടനം ചെയ്തു. CPIM മുഴക്കുന്ന് ലോക്കൽ സെക്രട്ടറി T പ്രസന്ന ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. മുതിർന്ന CPIM നേതാവ് T കൃഷ്ണൻ പാലക്ക ബാലൻ സ്മാരക സ്തൂപം അനാച്ഛാദനം ചെയ്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ മനോജ് പട്ടാനൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ജാഫർ നല്ലൂർ, K വത്സൻ, T വിജയൻ, നേതാക്കളായ C ഗോപാലൻ, പാലക്ക ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. K സുധാകരൻ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് മുഴക്കുന്ന മൃദംഗശൈലേശ്വരി ക്ഷേത്ര പരിസരത്ത് നിർമ്മിച്ച LED ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടന്നു. K സുധാകരൻ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 5,41,434 രൂപ ചിലവിൽ മുഴക്കുന്ന മൃദംഗശൈലേശ്വരി ക്ഷേത്ര പരിസരത്ത് നിർമ്മിച്ച LED ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം ക്ഷേത്ര പരിസരത്ത് നടന്നു. MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ സായാഹ്നത്തിൽ നമ്മൾ നിർവഹിക്കുന്നത്. ബഹുമാനായ MPയുടെ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുള്ള ഹൈമാസ്റ്റ് ലൈറ്റ് അത് പല സ്ഥലത്തും അനുവദിച്ചിട്ടുണ്ട്. ഇന്ന് പയ്യപ്പൂർക്കാവിൽ കൂടി 6:30 നിശ്ചയിച്ച പരിപാടി 7 മണിക്കെങ്കിലും എത്തും. ആ നിശ്ചയിച്ച 2 സ്ഥലങ്ങൾ ഒന്ന് അമ്പലത്തിന്റെ പരിസരത്താണ്, മറ്റൊന്ന് പള്ളിയുടെ പരിസരത്ത്. നമ്മുടെ മതേതര സംസ്കാരത്തെ തന്നെ ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ. ആവശ്യമുള്ള സ്ഥലങ്ങൾ തെരഞ്ഞെടുത്ത് അതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട MPക്ക് ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി നാട്ടുകാരുടെ പേരിൽ അറിയിക്കുകയാണ്. വെളിച്ചത്തിന്റെ ആവശ്യം നമുക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഈ അമ്പല പരിസരം എന്ന് പറഞ്ഞാൽ ലോക ശ്രദ്ധ ആവശ്യത്തിലുള്ള ഒരു ക്ഷേത്ര പരിസരം. മൃദംഗശൈലേശ്വരി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ലോക ശ്രദ്ധ ആവശ്യം.
ആ ക്ഷേത്രത്തിലേക്ക് നിരവധി പേർ, പ്രമുഖർ, ഭക്തജനങ്ങൾ, സാംസ്കാരിക രംഗത്തെ ആളുകൾ അവരെല്ലാം വരുന്നു. രാത്രിയും പകലും വ്യത്യാസമില്ല. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ബിന്ദു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി വിനോദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ CK ചന്ദ്രൻ, A വനജ, പഞ്ചായത്ത് അംഗങ്ങളായ B മിനി, ധന്യ രാകേഷ്, സിബി ജോസഫ്, KB റഷീദ്, മൃദംഗശൈലേശ്വരി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ മനോഹരൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാക്കേങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് KT ടോമി, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ V പ്രകാശൻ, V രാജു, C പ്രദീപൻ, സജിത മോഹൻ, CK മോഹനൻ, V മുരളീധരൻ, A കുഞ്ഞിരാമൻ നമ്പ്യാർ, രമേശൻ, VD ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. CPIM പേരാവൂർ ടൗൺ ബ്രാഞ്ച് സമ്മേളനം പേരാവൂരിൽ നടന്നു. CPIM പേരാവൂർ ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജാഫർ നല്ലൂർ ഉദ്ഘാടനം ചെയ്തു. CPIM 24ാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള പേരാവൂർ ടൗൺ ബ്രാഞ്ച് സമ്മേളനം പേരാവൂരിൽ നടന്നു. മുതിർന്ന പാർട്ടി അംഗം PG പവിത്രൻ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തി. എന്തിനാണെന്നോ ദാരിദ്ര്യം നശിപ്പിക്കാൻ മർദ്ദനത്തോട് പാടപോരുതാൻ കർഷകന്മാരെ തൊഴിലാളി തുടർന്ന് നടന്ന സമ്മേളനം CPIM ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജാഫർ നല്ലൂർ ഉദ്ഘാടനം ചെയ്തു. ഓരോ സമ്മേളനങ്ങളും നമ്മൾ പൂർത്തിയാക്കി CPIMന്റെ പാർട്ടി കോൺഗ്രസിലേക്ക് എത്തിച്ചേരുന്നത്. നമുക്കറിയാം, സാർവദേശീയ തലത്തിലുള്ള വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും എല്ലാ മനുഷ്യരുടെയും ജീവിതത്തെ, അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ വിശ്വസിക്കുകയാണ്. ലോകത്താകെ സോഷ്യലിസം നടപ്പിലാക്കപ്പെടണമെന്നും വർഗരഹിതമായ ഒരു സമൂഹം നിലനിൽക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് ജനകീയ ജനാധിപത്യ വിപ്ലവത്തിലൂടെ വർഗരഹിതമായ സോഷ്യലിസ്റ്റ് സമൂഹം സ്വപ്നം കണ്ടാണ് CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ലോക സംഭവ വികാസങ്ങളെക്കുറിച്ച്, സാർവദേശീയ തലത്തിൽ നടക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ച്, ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടലുകളെക്കുറിച്ച് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നാം ചർച്ച ചെയ്യുകയാണ്. M ശൈലജ ടീച്ചർ രക്തസാക്ഷി പ്രമേയവും TV ജോയി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. PG പവിത്രൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ V ബാബു മാസ്റ്റർ, KC ഷംസുദ്ദീൻ, K പ്രഭാകരൻ, C സനീഷ്, KJ ജോയ്ക്കുട്ടി, ബ്രാഞ്ച് സെക്രട്ടറി MK അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. CPIM പേരാവൂർ ലോക്കൽ കമ്മിറ്റിക്കു കീഴിലെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയായി. പേരാവൂർ ഏരിയ കമ്മിറ്റിക്കു കീഴിലെ ആദ്യ ലോക്കൽ സമ്മേളനം ഒക്ടോബർ 3-4 തീയതികളിൽ കുനിത്തല AS നഗറിൽ വെച്ച് നടക്കും. CPM പേരാവൂർ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ 22 ബ്രാഞ്ച് സമ്മേളനങ്ങൾ ശനിയാഴ്ചയോടെ പൂർത്തിയാക്കിയാണ് പേരാവൂർ ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ ആദ്യ ലോക്കൽ സമ്മേളനം നടത്തുന്നതിനായി പേരാവൂർ ലോക്കൽ ഒരുങ്ങുന്നത്. ഒക്ടോബർ 3-4 തീയതികളിലായി കുനിത്തല AS നഗറിൽ വെച്ചാണ് സമ്മേളനം നടക്കുക. CPIM ജില്ലാ കമ്മിറ്റി അംഗം KV സുമേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് CPIM പേരാവൂർ ലോക്കൽ സെക്രട്ടറി KA രജീഷ് പറഞ്ഞു. 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായുള്ള പേരാവൂർ ലോക്കലിലെ മുഴുവൻ ബ്രാഞ്ച് സമ്മേളനങ്ങളും ഇന്നുകൊണ്ട് പൂർത്തീകരിക്കുകയാണ്. പേരാവൂർ ലോക്കലിലാകെ 22 ബ്രാഞ്ചുകളാണുള്ളത്. സമ്മേളനത്തിനകത്ത് 100% പങ്കാളിത്തത്തോടു കൂടിയാണ് സമ്മേളനം പൂർത്തീകരിച്ചിട്ടുള്ളത്. ബ്രാഞ്ച് സമ്മേളനത്തിന് ശേഷം ഇനിയുള്ളത് പേരാവൂർ ലോക്കൽ സമ്മേളനമാണ്. ലോക്കൽ സമ്മേളനം ഒക്ടോബർ മാസം 3-ാം തീയതിയും 4-ാം തീയതിയുമായി നടക്കുകയാണ്. സഖാവ് ശ്രീധരൻ നഗറിലാണ് ലോക്കൽ സമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത്. തുടർന്ന് 4-ാം തീയതി സഖാവ് ശ്രീധരൻ്റെ ചരമദിനം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി വൈകുന്നേരം 4 മണിയോടുകൂടി വളണ്ടിയർ മാർച്ചും രാഗമടിയോടുകൂടിയുള്ള പ്രകടനവും
പൊതുയോഗം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടക്കും. പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് സഖാവ് സുമേഷാണ്. MLA കൂടിയായ സഖാവ് സുമേഷാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ജില്ലാ കമ്മിറ്റി അംഗം സുമേഷാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. സമ്മേളനത്തിൻ്റെ ഭാഗമായി 29-ാം തീയതി പേരാവൂർ ടൗൺ ശുചീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ബ്രാഞ്ച് സമ്മേളനത്തിൻ്റെ ഭാഗമായി ഓരോ ബ്രാഞ്ച് മേഖലയിലും ശുചീകരണ പ്രവർത്തനം ഏറ്റുകൊണ്ടാണ് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. സമാനമായ രീതിയിൽ പേരാവൂർ ലോക്കലിലെ ശുചീകരണ പ്രവർത്തനം അടുത്ത ഞായറാഴ്ച 29-ാം തീയതി പേരാവൂർ ടൗൺ ശുചീകരിക്കുകയാണ്. പേരാവൂർ ടൗണിൻ്റെ വിവിധ മേഖലയിൽ ലോക്കലിലെ ബ്രാഞ്ചിലെ സഖാക്കൾ ഒത്തുചേരുകയും ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ ശുചീകരണ പ്രവർത്തനത്തിനകത്തും ലോക്കൽ സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങളിനകത്തും പൊതുയോഗത്തിനും പ്രകടനത്തിനകത്തും മുഴുവൻ ആളുകളും പങ്കെടുക്കണമെന്നും ഈ സമ്മേളനം ഒരു വിജയമാക്കി തരണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. സമ്മേളനത്തിനു മുന്നോടിയായി സെപ്റ്റംബർ 29-ന് പേരാവൂർ ടൗൺ ശുചീകരിക്കും. 22 ബ്രാഞ്ചുകളിൽ നിന്നായി 75 പ്രതിനിധികൾ ലോക്കൽ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും KA രജീഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. CPIM വട്ടിറ സെന്റർ ബ്രാഞ്ച് സമ്മേളനം തെക്കേടത്ത് ചിന്നമ്മ നഗറിൽ വെച്ച് നടന്നു. CPIM വട്ടിറ സെന്റർ ബ്രാഞ്ച് സമ്മേളനം തെക്കേടത്ത് ചിന്നമ്മ നഗറിൽ വെച്ച് നടന്നു. മുതിർന്ന പാർട്ടി അംഗം EK രാഘവൻ പതാക ഉയർത്തി. Zindabad, Inkulab Zindabad, Inkulab Zindabad, Party Congress Zindabad, Party Congress Zindabad, Party Congress Zindabad, Party Congress Zindabad, Branch Samela Zindabad, Branch Samela Zindabad, Branch Samela Zindabad, Branch Samela Zindabad, Ektabadaga Zindabad, Ektabadaga Zindabad, Ektabadaga Zindabad, Ektabadaga Zindabad, Ektasachikal Zindabad, Ektasachikal Zindabad, Ektasachikal Zindabad, Ektasachikal Zindabad, Ektasachikal Amaran രക്തസാക്ഷികൾ അമരന്മാർ, അനശ്വരന്മാർ ധീരന്മാർ, അനശ്വരന്മാർ ധീരന്മാർ, അനശ്വരന്മാർ ധീരന്മാർ, അനശ്വരന്മാർ ധീരന്മാർ. ശ്രീജിന റിജേഷ് അധ്യക്ഷത വഹിച്ചു. ബിനോയ് കുര്യൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഷിജു സി വട്ടിറ, വി പ്രമീള, ഷിതു കരിയാൽ, നവീൻ മാവില എന്നിവർ സംസാരിച്ചു. സെപ്റ്റംബർ മാസം 1-ാം തീയതി മുതൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സമ്മേളന കാലയളവ് തൊട്ട് ഇന്ന് വരെ 3 വർഷക്കാലം നാം ഈ പ്രദേശത്തിനകത്ത് നടത്തിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ, കോട്ടങ്ങൾ, അതുപോലെ തന്നെ ഈ പ്രദേശത്തിനകത്ത് പാർട്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഈ സമ്മേളനത്തിനകത്ത് ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ സമ്മേളനം മുന്നോട്ടേക്ക് പോകുന്നത്. തീർച്ചയായും സമ്മേളനത്തിൻ്റെ ഭാഗമായി ഈ പ്രദേശത്തിനകത്തെ പാർട്ടി അനുഭാവി യോഗങ്ങൾ, ഗൃഹസന്ദർശനം, അതുപോലെ തന്നെ നാളെ വിപുലമായിട്ടുള്ള അനുഭാവി ജനറൽ ബോഡികൾ ഉൾപ്പെടെ തീരുമാനിച്ചുകൊണ്ടാണ് ഈ സമ്മേളനം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഴക്കുന്നുകാർ എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച തുക കൈമാറി. സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ തുക ഏറ്റുവാങ്ങി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഴക്കുന്നുകാർ എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച 1,40,40,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. തുക ഗ്രൂപ്പ് അഡ്മിന്മാരായ ജിത്ത് മുഴക്കുന്ന്, S രഞ്ജിത്ത് മുഴക്കുന്ന് എന്നിവരിൽ നിന്നും സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ ഏറ്റുവാങ്ങി. മുഴക്കുന്ന് ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടന്ന ചടങ്ങിൽ P സുർജിത്ത്, വിനീത് മുഴക്കുന്ന്, സനീഷ് മുടക്കോഴി, P സുകേഷ്, നന്ദനൻ, നിഷാദ് മൂർക്കോത്ത് എന്നിവർ പങ്കെടുത്തു. ഇരിട്ടി താലൂക്ക് പ്രവാസി സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി പുതിയ ഓഫീസ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. 2012 കരിക്കോട്ടക്കരിയിൽ പ്രവർത്തനം ആരംഭിച്ച ഇരിട്ടി താലൂക്ക് പ്രവാസി സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി 13 വർഷം പിന്നിട്ടിരിക്കുകയാണ്. പ്രവാസികളുടെ ക്ഷേമത്തിനും വികസനത്തിനുമായി പ്രവർത്തിച്ചു വരുന്ന ഈ സംരംഭം വിപുലീകരിക്കുന്നതിനു വേണ്ടി പയഞ്ചേരി മുക്കിൽ നിന്നും ഇരിട്ടി താലൂക്ക് ഓഫീസിന് സമീപത്തെ യൂണിറ്റി കോംപ്ലക്സിലേക്ക് പുതിയ ഓഫീസ് മാറ്റുകയായിരുന്നു. ഓഫീസിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA നിർവഹിച്ചു. ഇരിട്ടി താലൂക്ക് പ്രവാസി വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസ് ഇരിട്ടി താലൂക്ക് ഓഫീസിന്റെ സമീപത്ത് പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഇപ്പം നമ്മളുടെ മുൻപിൽ ഇരിക്കുന്ന ഒരു ഗ്ലോബാണ്.
ലോകം മുഴുവൻ ഇതിൽ നിന്ന് കാണാം. ഈ ലോകത്ത് മുഴുവൻ നമ്മുടെ മലയാളികൾ പ്രവാസികളായിട്ട് സേവനം ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാം ക്ഷേമം, അവരുടെ എല്ലാം ഉന്നതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. ഇരിട്ടി പരിസരത്ത്, ഇരിട്ടി പ്രദേശത്ത്, ഇരിട്ടി താലൂക്കിൽ നിരവധി പേർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്നു. അവരുടെ എല്ലാം ക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ സഹകരണ പ്രസ്ഥാനം നല്ല നിലയിൽ പ്രവർത്തന രംഗത്ത് മുന്നേറുന്നതിന് ഈ പുതിയ ഓഫീസ് സൗകര്യങ്ങൾ ഉപയോഗപ്രദമാകും എന്ന വിശ്വാസത്തോടുകൂടി ഇവിടെ എല്ലാവരുടെയും വലിയ പങ്കാളിത്തമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ വേലായുധനുണ്ട്, അതുപോലെ തന്നെ ശ്രീ മുണ്ടേരി ഇബ്രാഹിം, പി കെ ജനാർദ്ദനൻ, ശ്രീ ബഷീർ, എല്ലാവരുടെയും സാജുമാർഷിദിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇവരെല്ലാം ശക്തമായിട്ട് നേതൃത്വം നൽകുമ്പോൾ ഈ സ്ഥാപനത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഈ പുതിയ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഉദ്ഘാടനം ചെയ്തിട്ട് ബ്ലോക്ക് പ്രസിഡന്റ് കെ വേലായുധൻ, നഗരസഭ ചെയർപേഴ്സൺ കെ ശ്രീലത, പ്രസിഡന്റ് സാജു യോമസ്, സെക്രട്ടറി എം അനുജ, ഇബ്രാഹിം മുണ്ടേരി, അൽഹിന്ദ് ബഷീർ, നിവിൻ മാനുവൽ, ജെയ്സൺ ജീരകശ്ശേരി, ദിനചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 4 ദിവസമായി ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന സംസ്ഥാന ജൂനിയർ സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. 4 ദിവസമായി ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന സംസ്ഥാന ജൂനിയർ സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. സമാപന സമ്മേളനം ഇരിട്ടി നഗരസഭ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു. പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളെയും ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. ഇത്രയും വെയിൽ കൊണ്ടിട്ടും നമ്മുടെ ഒരു വലിയ ഹരായി മാറിയിരിക്കുകയാണ് സോഫ്റ്റ് ബോളിൻ്റെ ടീം അംഗങ്ങൾ. ഓരോ സോഫ്റ്റ് ബോൾ കളിക്കുമ്പോഴും 2 ദിവസം കളി കാണാൻ കുറച്ച് സമയം വന്നിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷമാണ്. അവർ നല്ല ആക്റ്റീവായി, വെയിലൊന്നും അവർക്ക് ഒരു വിഷയമല്ല, വെയിലും മഴയൊന്നും പ്രശ്നമല്ല, എല്ലാവരും മാനസികമായി നല്ലൊരു സന്തോഷത്തിലാണ് കളിക്കുന്നത് കണ്ടിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസപരമായിട്ട് കായികപരമായിട്ടും നല്ല നേട്ടം വിദ്യാർത്ഥികൾക്ക് നേടിക്കൊടുക്കാൻ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഇരിട്ടിയിൽ ഈ MG കോളേജിൽ തന്നെ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമാണ്. ഒരു സംഘാടക സമിതിയൊക്കെ ചേർന്ന് അപ്പോൾ നിങ്ങളെല്ലാവരെയും ഈ 4 ദിവസം നമ്മുടെ നഗരസഭയിൽ വന്ന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നടത്താനുള്ള ഒരു തീരുമാനം എടുത്തപ്പോൾ ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും സുധീർ കുമാർ അതൊന്നും ഒരു ടെൻഷനും ഇല്ലാതെ ആക്കി നല്ല ടീം അംഗങ്ങളുണ്ട് സുധീറിനൊപ്പം തന്നെ. എല്ലാ കാര്യവും കൈകാര്യം ചെയ്തു പോകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ജില്ലാ കമ്മിറ്റിയെ ആദ്യം തന്നെ അഭിനന്ദിക്കുകയും കൂടി ഈ അവസരത്തിൽ ചെയ്യുകയാണ്. എഡ്യൂക്കേഷൻ സൊസൈറ്റി ജനറൽ സെക്രട്ടറി വൈ മത്തായി സമ്മാനദാനം നിർവഹിച്ചു. സോഫ്റ്റ് ബോൾ ജില്ലാ അസോസിയേഷൻ സെക്രട്ടറി സുധീർ കുമാർ, അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗം ജിമിത് എന്നിവർ സംസാരിച്ചു. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി 14 ടീമുകളും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 12 ടീമുകളുമാണ് മത്സരിച്ചത്. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 1-ാം സ്ഥാനം കോട്ടയവും 2-ാം സ്ഥാനം തൃശൂരും 3-ാം സ്ഥാനം പാലക്കാടും കരസ്ഥമാക്കി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 1-ാം സ്ഥാനം തൃശൂരും 2-ാം സ്ഥാനം മലപ്പുറം 3-ാം സ്ഥാനം കോട്ടയവും കരസ്ഥമാക്കി. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചരണ സഭ പെരുമ്പുന്ന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മടപ്രച്ചാലിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനം ആചരിച്ചു. GDPS കേന്ദ്ര സമിതി അംഗം രവീന്ദ്രൻ പൊയിലൂർ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചരണ സഭ പെരുമ്പുന്ന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മടപ്പുരച്ചാലിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനം ആചരിച്ചു. GDPS കേന്ദ്ര സമിതി അംഗം രവീന്ദ്രൻ പൊയിലൂർ ഉദ്ഘാടനം ചെയ്തു. നൽകിയ വിശ്വഗുരുവിൻ്റെ ജന്മം കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തിന് പുതിയ ഒരു സന്ദേശം നൽകാൻ കഴിഞ്ഞ ഒരു വലിയ മഹത്വത്തിന് ഉടമ എന്നുള്ള രീതിയിൽ മഹാഗുരുവിൻ്റെ പ്രവർത്തനവും ജീവിതവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ടും
ലോകം ചർച്ച ചെയ്യപ്പെടുന്ന ദർശനം ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്ത ദർശനമാണെന്ന് പണ്ഡിതന്മാർ വിലയിരുത്തുന്നു. നമുക്കറിയാം 18-ാം നൂറ്റാണ്ടിലെയും 19-ാം നൂറ്റാണ്ടിലെയും കേരളത്തിൻ്റെ സാമൂഹ്യാവസ്ഥ. ഒരുപക്ഷെ ഇന്ന് ജീവിച്ചു പോരുന്ന നമുക്കോ നമുക്ക് ശേഷം വരുന്ന തലമുറക്കോ ഇങ്ങനെയൊരു കാലഘട്ടം നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ പോലും കഴിയാതിരുന്ന അവസ്ഥയായിരുന്നു എന്ന് പറയേണ്ടതുണ്ട്. ഇന്നത്തെ തലമുറ ഒരുപക്ഷെ ശ്രീനാരായണ ഗുരു ആര് എന്ന ചോദ്യത്തിന് ശതയത്തിന് പായസവും സമാധിയും ഉള്ളതുകൊണ്ടും ഗുരുജയന്തിക്കും സമാധിക്കും പൊതു അവധി നൽകുന്നതുകൊണ്ടും ഇനി വരാൻ പോകുന്ന തലമുറ അല്ലെ വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന വിദ്യാർത്ഥികളടക്കം ശ്രീനാരായണ ഗുരുവിനെ വിലയിരുത്തപ്പെടുന്നത് ആ തരത്തിലാണ്. ഗുരു ഇവിടെ സൃഷ്ടിച്ച പ്രബുദ്ധത എന്താണെന്ന് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന പുതിയ തലമുറക്ക് അറിയുമോ വിലയിരുത്തപ്പെടുമോ എന്ന് ആശങ്ക നമുക്കുണ്ട്. മാതൃസഭ യൂണിറ്റ് പ്രസിഡന്റ് പങ്കജാക്ഷി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. രാജീവൻ ആക്കപ്പാറ, പാൽ ഗോപാലൻ, ഗോപാലകൃഷ്ണൻ, വത്സല പത്മദാസ്, ചിന്മയി മുരളി തുടങ്ങിയവർ സംസാരിച്ചു. GDPS കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് CK സുനിൽകുമാർ, GDPS പേരാവൂർ മണ്ഡലം പ്രസിഡന്റ് C ചന്ദ്രബോസ് മാസ്റ്റർ, MN ശൈലജ, മന്മഥൻ മുണ്ടപ്ലാക്കൽ തുടങ്ങിയവർ ഗുരുപ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1987 SSLC ബാച്ചിന്റെ നേതൃത്വത്തിൽ കോളയാട് ദേവദാൻ സെന്ററിൽ ഓണസദ്യ നടത്തി. സഹപാഠിയും രാജ്യസഭാ MPയുമായ അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ മുഖ്യാതിഥിയായി. ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1987 SSC ബാച്ചിന്റെ നേതൃത്വത്തിൽ കോളയാട് ദേവദാൻ സെന്ററിൽ ഓണസദ്യ നടത്തി. സഹപാഠിയും രാജ്യസഭാ MPയുമായ അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ മുഖ്യാതിഥിയായി. അന്തേവാസികൾക്ക് ഭക്ഷണം വിളമ്പി നൽകിയും ഒരുമിച്ചിരുന്ന് ഓണസദ്യ കഴിച്ചുമാണ് MP അന്തേവാസികളുടെ കൂടെ ഓണാഘോഷത്തിൽ പങ്കുചേർന്നത്. പൂർവ്വ അധ്യാപകരും ഓണാഘോഷത്തിൽ പങ്കാളികളായിരുന്നു. പരിപാടിക്ക് M മനോജ്, രജനി പയേരി, P മോഹനൻ, K വനജ, N രാധ, MT ത്രേസ്യ, KM ബീന എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. ഗണേശ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ 22-ന് ഇരിട്ടിയിൽ നടക്കുന്ന സാർവജനിക ഗണേശോത്സവത്തിന്റെ ഭാഗമായി വിഗ്രഹ പ്രതിഷ്ഠ നടത്തി. ഗണേശ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ 22-ന് ഇരിട്ടിയിൽ നടക്കുന്ന സാർവജനിക ഗണേശോത്സവത്തിന്റെ ഭാഗമായി ഗണേശ വിഗ്രഹ പ്രതിഷ്ഠ നടത്തി. മൂലോത്തുംകുന്ന് കൈരാതി കിരാതക്ഷേത്ര പരിസരത്ത് നടന്ന വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് ജയകുമാർ ശാന്തികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ശബരിമല മുൻ മേൽശാന്തി കൊട്ടാരം ജയരാമൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഭൂമി എന്ന് പൂർവികർ വിശേഷിപ്പിച്ചിരുന്നു. ആ അഖണ്ഡഭാരതത്തെ ജംബുദ്വീപ് എന്ന് പറയുമായിരുന്നു. ആ ഒരു സംസ്കാരത്തിൽ ഈ ലോകത്തിൽ എല്ലാം തന്നെ ഒരേ ഒരു രൂപത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു സനാതനധർമ്മം, വേദം ഇവിടെ നിലനിന്നിരുന്നത്. വേദം നമുക്ക് പ്രമാണമായി മാറുമ്പോഴും മനുഷ്യൻ്റെ മനസ്സിന് വൈവിധ്യമുള്ളതുകൊണ്ട് ഈ പേരിലല്ലെങ്കിൽ വേറെ ഒരു പേരിൽ, ഇവിടെ ജാതിയുടെ പേരിൽ അടികൂടി നെല്ലുംപണ ഉങ്കുമിഞ്ഞവർക്ക് കൊല്ലുങ്കുലയുങ്കുലാധികാരം ഇല്ലേ കവി പാടിയിരുന്നില്ലേ? സവർണ മേധാവിത്വം എന്ന് പറഞ്ഞ് ലഹള കൂടിയപ്പോൾ അതൊക്കെ ഒന്ന് മാറി. എന്നിട്ടെന്തേ ഇവിടെ കൊലയില്ലാണ്ടായോ, ചതിയില്ലാതെ കണ്ടായോ? അതൊക്കെ നടത്തുന്നവർ വേറെ ആൾക്കാരായി, അവരുടെ കയ്യിലായി പണം മാത്രം. മനുഷ്യ മനസ്സ് പ്രവർത്തിക്കുന്നിടത്തോളം കാലം വൈവിധ്യവും ഉണ്ടാകും, നന്മയും തിന്മയും ഒക്കെ ഇവിടെ ഉണ്ടാകും. അതില്ലാതെ കണ്ടാക്കണമെങ്കിൽ സംഘാടക സമിതി വൈസ് ചെയർമാൻ M ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി MP മനോഹരൻ, നഗരസഭാ കൗൺസിലർ PP ജയലക്ഷ്മി, MR സുരേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കാക്കയങ്ങാട് സാങ്കേതിക സർഗസംഗീതം കൂട്ടായ്മയുടെ ഓണാഘോഷവും കുടുംബസംഗമവും കാക്കയങ്ങാട് ശ്രീ പാർവതി ഓഡിറ്റോറിയത്തിൽ നടന്നു. കാക്കയങ്ങാട് സാങ്കേതിക സർഗസംഗീതം കൂട്ടായ്മയുടെ ഓണാഘോഷവും കുടുംബസംഗമവും കാക്കയങ്ങാട് ശ്രീ പാർവതി ഓഡിറ്റോറിയത്തിൽ നടന്നു. കലാഭവൻ പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. M ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. NK ലൈജു, U സതീഷ്, K ഷൈമ ടീച്ചർ, റെന്നി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാകായിക മത്സരങ്ങളും നടന്നു.
ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ഇരിട്ടി മൂലോത്തുംകുന്ന് ശ്രീ കൈരാതികിരാത ക്ഷേത്രത്തിൽ ആധ്യാത്മിക സദസ്സ് നടന്നു. ഇരിട്ടി മൂലോത്തുംകുന്ന് ശ്രീ കൈരാതികിരാത ക്ഷേത്രത്തിൽ ആധ്യാത്മിക സദസ്സ് നടന്നു. ക്ഷേത്രം രക്ഷാധികാരി വത്സൻ തിലങ്കേരിയുടെ ഷഷ്ടിപൂർത്തിയുടെ ഭാഗമായി ഗോദാനം, നക്ഷത്രവനം എന്നിവ നടന്നു. അമൃതാനന്ദ മഠം കണ്ണൂർ മഠാധിപതി സ്വാമി അമൃത കൃപാനന്ദപുരി അനുഗ്രഹ ഭാഷണം നടത്തി. സഹജീവികളായിട്ടുള്ള മനുഷ്യരോട് അതിഥി പൂജനം എന്ന് പറയുന്നത്, യജ്ഞം എന്ന് പറയുന്നത് അതിഥി പൂജനം എന്നാണ് നമ്മൾ പറയുക. അതിഥി എന്ന് പറയുന്നതുകൊണ്ട് തിഥി നോക്കാതെ നമ്മെ സന്ദർശിക്കുന്ന, പലപ്പോഴും മുന്നേ അറിയിക്കാതെ വരുന്നവരെ ആണെന്നുള്ള ആ ഒരു വാക്കുകൊണ്ട് മുന്നേ അറിയിക്കാതെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ചു കൊണ്ടുവരുന്നതായിരിക്കാം, ഏതെങ്കിലും രീതിയിലുള്ള സഹായം നമ്മുടെ. അപ്പം അവരെ ഈശ്വര തുല്യമായിക്കൊണ്ട്, ഈശ്വരൻ തന്നെ മറ്റൊരു രൂപത്തിൽ, അതായത് ദേവോഭവ എന്നാണല്ലോ ഇവിടെ പറയുന്നത്, ഈശ്വരൻ തന്നെയാണ് വരുന്നത് എന്ന് ഇതിലൂടെ ഈശ്വരനോടുള്ള നമ്മുടെ കടമ നിർവഹിക്കുന്നത് അതുപോലെ കണ്ടുകൊണ്ട് ആ അതിഥിയുടെ ആവശ്യങ്ങളെ നിർവഹിക്കുക. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ, അത് സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള സഹായങ്ങളായിരിക്കാം, അതൊക്കെ നമ്മൾ നിർവഹിക്കുന്നത് നൃയജ്ഞത്തിൻ്റെ ഭാഗമായി ഭൂതയജ്ഞം എന്ന് പറയുന്ന സഹജീവികളോട് മുഴുവനും നാം നിർവഹിക്കേണ്ട, നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവിക്കുന്നതായ എല്ലാ ജീവികളോടും നാം കാരുണ്യം കാണിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ നിലനിൽപ്പ് കൂടിയാണ് ഈ മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരമായി തീർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ക്ഷേത്രം പ്രസിഡന്റ് എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വത്സൻ തിലങ്കേരിയെ അമൃതകൃപാനന്ദപുരി ആദരിച്ചു. സി സദാനന്ദൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. സി പി രാമചന്ദ്രൻ, ഭുവനദാസൻ വാഴുന്നവർ, സി പി സുരേന്ദ്രൻ, ഹരികൃഷ്ണൻ നമ്പൂതിരി ആലഞ്ചേരി, പി കരുണാകരൻ, വത്സൻ തിലങ്കേരി, എ പത്മനാഭൻ, എൻ വി പ്രജിത് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കണിച്ചാർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവ സമാധി ദിനാചരണവും ഉപവാസവും നടന്നു. എം എൻ ശൈല മുഖ്യപ്രഭാഷണം നടത്തി. ആഴത്തിലുള്ള പഠനം, ഒരു ജന്മം കൊണ്ട് പോലും പഠിച്ചാൽ തീരില്ലാത്ത അത്ര ആഴത്തിലാണ് ഗുരുവിനെ കൃതികളുടെ ആ കണ്ടന്റ് വച്ചിരിക്കുന്നത്. ഒരു KG ബാലകൃഷ്ണൻ നമ്പ്യാരുണ്ട്, അദ്ദേഹം ഗുരുകൃതികളുടെ വ്യാഖ്യാനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു ജന്മം കൊണ്ടൊന്നും അർത്ഥങ്ങൾ വ്യാഖ്യാനം ചെയ്തത് വായിച്ചാലും അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും പഠിച്ചു തീരില്ല എന്നുള്ളതാണ് ഗുരു പറയുന്നത്. ഇതിൻ്റെ അന്തസത്ത മനസ്സിലാക്കാൻ നമുക്ക് ഒരു ജന്മം കൊണ്ട് കഴിയില്ല. അപ്പം നമ്മളെവിടെ എത്തി നിൽക്കുന്നു? ഒരു ദൈവദശകം അല്ലെങ്കിൽ കുറച്ച് അതും കൈകാട്ടാക്കും. ദൈവദശകം ദൈവോപനിഷത്ത് എന്നാണ് പറയുന്നത്. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുക, ദൈവങ്ങളോട് ചേർന്നിരിക്കുക എന്നുള്ള ഒരു ഇതിലേക്ക്. ദൈവദശകത്തിലെ ആ തമ്പുരാനെന്ന് വിളിക്കുന്നതാണ്. സർവ്വമതങ്ങൾക്കും അതിലൊരു പ്രത്യേക വിഭാഗത്തിന്റെ പേര് അതിൽ അവതരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഗുരുവിന്റെ ഈ ദൈവദശകം എന്നത് സർവ്വമത പ്രാർത്ഥനയായിട്ട് അംഗീകരിച്ചു. തമ്പുരാനെ, ദൈവമേ, ഇതെല്ലാവരും മറ്റുള്ള മതവിഭാഗക്കാരും തമ്പുരാനെ, ദൈവമേ എന്നെല്ലാം പറയുന്നതാണ്. അങ്ങനെയുള്ളൊരു ചരമം. ആലശ്ശേരി ചാത്തൻ ചിറയിൽ ചെക്കിയോടൻ മാധവി അന്തരിച്ചു. 99 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ അച്യുതൻ, മക്കൾ ചന്ദ്രിക, രാജമ്മ, വേണു, രുക്മിണി, മരുമക്കൾ സോമൻ, അജിത, രവീന്ദ്രൻ, പരേതനായ നാരായണൻ. തോലമ്പ്ര ശാസ്ത്രി നഗറിലെ പുലേരി കുഞ്ഞമ്പു നമ്പ്യാർ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. ഭാര്യ വനജ, മക്കൾ സജ്ന, സന്തോഷ്, മരുമക്കൾ നിഷ, സുനിൽ. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 229, പേരാവൂർ 229, കൊട്ടിയൂർ 228. റബ്ബർ ലോട്ട് ഇരിട്ടി 209, പേരാവൂർ 219, കൊട്ടിയൂർ 218. ഒട്ടുപാൽ ഇരിട്ടി 115, പേരാവൂർ 124, കൊട്ടിയൂർ 123. കുരുമുളക് ഇരിട്ടി 610, പേരാവൂർ 610, കൊട്ടിയൂർ 605. കൊട്ടടയ്ക്ക ഇരിട്ടി 310, പേരാവൂർ 315, കൊട്ടിയൂർ 310. നീ വന്നു അഴകേ, പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6960, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ പാൽച്ചുരം ബോയ്സ് ടൗൺ റോഡിന്റെ തകർച്ചയും യാത്രക്കാർക്ക് ഇരട്ടി ദുരിതം. വെമ്പുഴ പുതിയ പാലത്തിലൂടെ താൽക്കാലിക ഗതാഗത സൗകര്യമൊരുക്കിയത് ഹൈവിഷൻ വാർത്തയെ തുടർന്ന്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.